ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ പണി കിട്ടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. വേഗം ഒന്ന് പണി തീർത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോഴാണ് വാഷിംഗ് മെഷീനിൽ ലീക്ക് സംഭവിച്ചത്. അത് നല്ല രീതിക്കുള്ള ലീക്കായിരുന്നു. കുറേ വെള്ളം തറയിലെല്ലാം ആയി കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, നിന്ന് തുടച്ചു, മോപ്പെടുത്ത് തുടച്ചിട്ടോ ഒന്നും ശരിയല്ല. പിന്നെ ഷർട്ടൊക്കെ ഇട്ട് തുടച്ച് സുന്ദരി കുട്ടിയാക്കി വെച്ചു കേട്ടോ. തുടച്ച് എന്നാലും കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പണിയെല്ലാം കഴിഞ്ഞ് കുളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസ് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി സെറ്റ് ചെയ്തിട്ട്. കല്യാണത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ സെറ്റ് ചെയ്യുമായിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഗ്യാസ് ഒന്ന് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ച പേപ്പറെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ആ തറയൊക്കെ ഒന്ന് തുടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചെല്ലാം തുടയ്ക്കാൻ വേണ്ടി അത് നമ്മൾ ഗ്യാസ് നീക്കി വെക്കണമല്ലോ. അത് കഴിഞ്ഞ് പേപ്പർ മാറ്റി പിന്നെ തറ തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ കുഞ്ഞ് അവിടെ കരഞ്ഞു. പിന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ക്യാമറയിൽ അതേ കാണിക്കാം കേട്ടോ. കുഞ്ഞിക്ക് ക്യാമറയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേ ക്യാമറയിലൊക്കെ നോക്കി നിൽക്കുന്നതുണ്ടോ. കുഞ്ഞ് വിചാരിക്കുന്ന ഫോൺ വേറെ ഒരു ചേച്ചിയോ ചേട്ടനോ ഒക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ അതേ അവിടെ കുഞ്ഞിനെ കൊണ്ട് കടത്തി കുഞ്ഞ് ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ അതേ ഒന്ന് തുടച്ചുണങ്ങി കഴിഞ്ഞ് പുതിയ പേപ്പറൊക്കെ ഇട്ട് പുതിയ ഗ്യാസ് അവിടെ വെച്ച് അതുകൊണ്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കവർ അതേ ഗ്യാസൊക്കെ പേപ്പറിൽ തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലാസ്റ്റിക് ഞാനാണെങ്കിൽ പിച്ചാത്തി കൊണ്ട് മാറ്റി. പിന്നെ ഞാൻ പണ്ട് ഇതിനൊരു നൂലുണ്ടല്ലോ, ഒരു അടപ്പുണ്ടല്ലോ, അത് തുറക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് അത് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ തുണി കൂട്ടി പിടിച്ച് തുറക്കാൻ വേണ്ടി നല്ല കട്ടിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഭയങ്കര കട്ടി, അതോ എനിക്ക് കട്ടിയായിട്ട് തോന്നുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര കട്ടിയായിരുന്നു. പിന്നെ തുണി കൂട്ടി നല്ല ശക്തിക്ക് വലിച്ചപ്പോഴത്തേക്കും കയർ പൊട്ടി. പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. അത്രേ ഉള്ളൂ. ടാറ്റാ.